ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. നാളെ ഏകാദശിയാണ് കേട്ടോ. ഏപ്രിൽ 24 വ്യാഴാഴ്ച ഏകാദശിയാണ്. പാരണ ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാവിലെ 6:12 മുതൽ 10:12 വരെയാണ് കേട്ടോ. അപ്പോൾ ഈ ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ ലോകത്ത് അടുത്തതിലും ഏറ്റവും ശുഭകരവും മഹത്തായതുമായ ഏകാദശിയാണ് വൈശാഖ മാസത്തിലെ വർദ്ധിനി അഥവാ വരുധിനി ഏകാദശി. ഈ പുണ്യദിനത്തിലെ വ്രതമാചരിക്കുന്ന ഏതൊരാൾക്കും അവൻ്റെ പാപങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും എന്നാണ്. നിരന്തരമായ സന്തോഷം നേടുകയും ചെയ്യും. വർദ്ധിനി ഏകാദശിയിൽ ഉപവസിക്കുന്നത് നിർഭാഗ്യവതിയായ ഒരു സ്ത്രീ പോലും ഭാഗ്യവതിയാകുന്നു എന്നാണ്. അത് ആചരിക്കുന്ന ഏതൊരാൾക്കും ഈ ജീവിതത്തിൽ ഭൗതിക ആസ്വാദനവും ഈ ശരീരത്തിൻ്റെ മരണശേഷം വിമോചനവും നൽകുന്നു. ഈ ഏകാദശി ശരിയായി ആചരിക്കുന്നതിലൂടെ മണ്ഡത രാജാവ് മോക്ഷം പ്രാപ്തി നേടി. ഇക്ഷ്വാക രാജവംശത്തിലെ മഹാരാജാവ് ധുന്ധുമരയെ പോലെയുള്ള രാജഭക്തന്മാർ കുഷ്ഠരോഗത്തിൽ നിന്നും മുക്തരായി. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണിത്. ക്ഷേത്രത്തിലെ സൂര്യഗ്രഹണ സമയത്ത് വലിയ അളവിൽ സ്വർണം ദാനം ചെയ്യുന്നവരുടെ ഒരാൾ നേടുന്ന യോഗ്യത ഈ ഏകാദശി സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആചരിക്കുന്ന ഒരാൾ നേടുന്നതിൽ തീർച്ചയായും ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിലും തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമത്രേ. ചുരുക്കത്തിൽ ഈ ഏകാദശി നിർമ്മലവും പാവനവുമാണ്. എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നതുമാണ്. ഏകാദശിയിൽ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ധാന്യം, ചീര, തേൻ, മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, കലഹിക്കുക, ഒന്നിലധികം തവണ ഭക്ഷണം കഴിക്കുക, പകലുറങ്ങുക, ചൂതാട്ടം, കള്ളം പറയുക, ദേഷ്യപ്പെടുക, ഇതൊന്നും പാടില്ല കേട്ടോ. പിന്നെ